യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പസ്തോലിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സഭയിൽ നടക്കുന്ന വചനപ്രഘോഷണങ്ങളെക്കുറിച്ചും ആ വചനപ്രഘോഷണങ്ങളിൽ ചിലപ്പോഴൊക്കെ യേശു പ്രഘോഷിക്കപ്പെടുന്നതിന് പകരം ചിലപ്പോൾ വചനപ്രഘോഷകരെ തന്നെ ഉയർത്തി കാണിക്കുന്ന അനുഭവങ്ങളും, ചിലപ്പോഴൊക്കെ അത് പണത്തിൻ്റെ ഒരു ആധിപത്യത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്തു. തുടർന്ന് നമ്മളിപ്പോൾ ഒരു പുതിയ ചിന്തയിലേക്ക് വരികയാണ്. ഹയറാർക്കിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുക. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തിരുസഭയിലെ ഹയറാർക്കിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ എന്നിവരെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. തുടർന്ന് നമ്മൾ ഈ ശ്രേണിയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള അൽമായരെക്കുറിച്ച് ചിന്തിക്കുക. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ, ചർച്ച ചെയ്യുവാൻ നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളേവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, സഭയിൽ, കത്തോലിക്ക സഭയിൽ അൽമായരെക്കുറിച്ച് ഒരുപാട് ചർച്ചയുണ്ട്. അൽമായരുടെ പങ്കിനെക്കുറിച്ചും അവരുടെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ സ്ഥാനം എന്താണ്, അവർക്കെന്താണ് ഈ സഭയിലുള്ള പ്രാതിനിധ്യം, പങ്കെന്താണ് എന്ന് അച്ഛനൊന്ന് വിവരിക്കാം. രണ്ടാം വത്തിക്കാൻ സുനകദോസിന് ശേഷം സഭയിൽ അൽമായർക്കുള്ള സ്ഥാനത്തെക്കുറിച്ച്, അവരുടെ ദൗത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ സഭയിലുണ്ട്. രണ്ടാം വത്തിക്കാൻ സുനകദോസിൻ്റെ തിരുസഭ എന്ന പ്രമാണ രേഖയിൽ, അതുപോലെ തന്നെ അൽമായ പ്രേഷിതത്വം തുടങ്ങിയ ഡിഗ്രികളിൽ എല്ലാം വളരെ വ്യക്തമായിട്ട് അൽമായരെക്കുറിച്ചും അൽമായരുടെ ദൗത്യത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്, മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയെ ഭരിക്കുന്ന അവസരത്തിൽ 1988 പുറപ്പെടുവിച്ച ഒരു അപ്പസ്തോലിക പ്രബോധനമുണ്ട്. ആ പ്രബോധനം, അതിൻ്റെ പേര് ക്രിസ്തി ഫെദേലസ് ലൈച്ചി. അപ്പോൾ അതിൻ്റെ തർജ്ജമ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ വിശ്വസ്തരായിട്ടുള്ള അൽമായർ. അപ്പോൾ അൽമായരുടെ വിളി, അവർ സഭയിൽ എങ്ങനെ സഭയുടെ ദൗത്യത്തിൽ പങ്കുചേരുന്നു എന്നതിനെക്കുറിച്ചാണ് 1988 ഡിസംബർ 30 ഇറങ്ങിയ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നത്. അത് മനോഹരമായിട്ടുള്ള മറ്റൊരു പഠനമാണ്. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്ന കാര്യം, അത് ആരംഭിക്കുന്നത് തന്നെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാനായിട്ട് എല്ലാ വേലക്കാരും ആവശ്യമാണ്. ഏതാനും പേര് പോരാ, ഒരുപാട് ആളുകൾ വേണം. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷയായിരിക്കണം സഭയിലെ ശുശ്രൂഷ എന്ന് ആ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ രണ്ടാം വത്തിക്കാൻ സുനകദോസിന് ശേഷവും സഭയിൽ അൽമായരുടെ ദൗത്യത്തെക്കുറിച്ച്, അവരുടെ വിളിയെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അവരുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച്, അവരുടെ സ്ഥാനത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു അവബോധം
ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അച്ഛൻ പറഞ്ഞതുപോലെ കൗൺസിലിൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്, അങ്ങനെ ധാരണ ഉണ്ടാകുന്നൊക്കെ ശരിയാണെങ്കിലും പ്രായോഗിക തലത്തിൽ നമ്മളത് എന്തുമാത്രം സത്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത് സാറ് പറഞ്ഞ് ശരിയാണ്. അത് താത്വികമായിട്ട് ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ശരി, പ്രായോഗികമായിട്ട് അത് എന്തുമാത്രം നിലവിൽ വരുന്നുണ്ട്, എന്തുമാത്രം സഭയിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് അത് അനുഭവപ്പെടുന്നില്ല. തത്വത്തിൽ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ അത് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. നമുക്കറിയാം, ഞാൻ ക്രിസ്റ്റി ഫെദേലിസ് എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. 21-ാം നൂറ്റാണ്ട് അത് അൽമായരുടെ നൂറ്റാണ്ടായിരിക്കും സഭയിൽ എന്നാണ് പറയുന്നത്. 988 പ്രസിദ്ധീകരിച്ചതാണ് ഈ പ്രബോധനം. പക്ഷേ 88 കഴിഞ്ഞ് ഏതാണ്ട് നമുക്കറിയാം എത്ര കൊല്ലം കഴിഞ്ഞു എന്നുള്ള ഇതാണ്. 24, അതായത് 24, 10, 34, 36 വർഷമായി. അതായത് 21-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് കാൽനൂറ്റാണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. കാര്യമായിട്ട് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിലകൊള്ളുന്നു ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ അത് നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സാറിൻ്റെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ആളുകൾ പറയുന്ന, അത് ലോകത്തിലുള്ള ഈ കത്തോലിക്ക സഭയിൽ പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സഭയിൽ ഒരു ക്ലറിക്കലിസം, ഒരു പൗരോഹിത്യ മേധാവിത്വം ഉണ്ടോന്ന്. ഒരു പൗരോഹിത്യ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെയുള്ള തോന്നിയിട്ടുണ്ട്. അതെ, അങ്ങനെ ഇല്ലേന്ന്. ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ചാൽ മതി എന്നുള്ളൊരു മനോഭാവം. സാറ് ഈ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഈ സജീവമായിട്ട് ഇപ്പോൾ വചനപ്രഘോഷണ രംഗത്ത്, കൗൺസിലിങ്ങിൽ, ഇതിലെല്ലാം പങ്കെടുക്കുന്നു, വൈദികരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാറിന് പോലും ഇങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടെന്നുള്ളത് എന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുകയാണ്. പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിന് ക്ലറിക്കലിസം, ഒരു പുരോഹിത മേധാവിത്വം, അതിന് പേര് അത് കൊടുക്കണോ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പേര് ഈ പറയുന്ന ഒരു അനുഭവത്തിന് പറ്റിയതാണോ എന്നുള്ളതൊന്നും അത് പ്രസക്തമല്ല. ക്ലറിക്കലിസം, പുരോഹിത മേധാവിത്വം. പക്ഷേ ഒരു യാഥാർത്ഥ്യം, അതിനെന്ത് പേര് കൊടുത്താലും ശരി, ഒരു യാഥാർത്ഥ്യം നിലവിൽ അത് ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതായത് സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർപ്പാപ്പായും, പ്രത്യേകിച്ച് മാർപ്പാപ്പ, മെത്രാന്മാർ, പിന്നെ പുരോഹിതന്മാരെയും കൂടെ കൂട്ടുന്നു. അപ്പോൾ ഇങ്ങനെ അതാണ് അതെ, അതാണ് സഭ. സഭ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർപ്പാപ്പായും മെത്രാനും എന്നുള്ള, അപ്പോൾ ഈ കൂട്ടത്തിൽ പുരോഹിതനെയും കൂടെ അങ്ങ് കൂട്ടി, അങ്ങനെ ഒരു സഭയുടെ ഒരു പഠനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുമ്പോഴും സഭ പറയുന്നു, സഭയുടെ പ്രബോധനം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പസ്തോലികമായിട്ടുള്ള ഒരു പ്രബോധനം, അതിൻ്റെ പിന്തുടർച്ചക്കാരൊക്കെ പറയുന്ന ഒരു ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രബോധനം എന്നുള്ളതാണ്. അച്ഛൻ അങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചത്, അച്ഛൻ ഈ പറയുന്നത് ഒരു സ്ഥിരീകരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ റോമൻ സഭയിൽ ലത്തീൻ റീത്തിൽ കുർബാനയിലുള്ള യൂക്കറിസ്റ്റിക് പ്രയർ, 4 യൂക്കറിസ്റ്റിക് പ്രയറിൽ രണ്ടാമത്തെ യൂക്കറിസ്റ്റിക് പ്രയർ ആണ് മിക്കവാറും സാധാരണ ദിവസങ്ങളിൽ കുദാശ വചനങ്ങൾ ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഒടുവിലായിട്ട് കുദാശയ്ക്ക് ശേഷം ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അത് ഇങ്ങനെ ആരംഭിക്കുന്നത്: കർത്താവെ, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ മെത്രാനും എല്ലാ വൈദികരും ചേർന്ന സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ. അപ്പോൾ ഈ വിശ്വാസികൾ, സാധാ വിശ്വാസികൾ അൽമായർ പുറത്തായില്ലേ? ഇതാണ് ചോദ്യം.
കാരണം ഇപ്പോൾ സഭയെന്ന് പറയുന്നത് മാർപ്പാപ്പ, രൂപതയുടെ മെത്രാൻ അല്ലെങ്കിൽ മെത്രാന്മാർ, വൈദികർ, വേറെ ആരും അവിടെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൽമായർക്ക് കൂട്ടായിട്ടുള്ള സന്യസ്തരും ഉണ്ട് സാറേ. ഇങ്ങനെ സന്യസ്തരെ പെടുത്തിയിട്ടില്ല. എന്തോ അതൊരു ആശ്വാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനത്തെയുള്ള ഈ പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു കാര്യം ഇങ്ങനെ കേൾക്കുന്നത്. ഇങ്ങനെ കുർബാന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരിക, ഇങ്ങനെയാണ് ഒരു കാഴ്ചപ്പാട് സാധാരണഗതിയിൽ ആളുകൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇത് ചോദിക്കുമ്പോൾ മാർപ്പാപ്പ തന്നെ, നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ക്ലറിക്കലിസം സഭയിൽ നിലനിൽക്കുന്നു ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തോട് ഒരുപാട് മെത്രാന്മാരും യോജിക്കുന്നുണ്ട്, ക്ലറിക്കലിസം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം സഭയിലൊരു കാഴ്ചപ്പാട് സിനഡാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരുമിച്ചുള്ള യാത്ര, കൂടെ നടക്കുക, കൂടെ നടക്കുന്ന സഭയെന്ന് പറയുന്ന ഒരുമിച്ചുള്ള എല്ലാവരും കൂടി, വിശ്വാസികളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു തീർത്ഥാടനമാണ്. മുമ്പ് അൽമായർ പുറകെ നടക്കുകയായിരുന്നു, ഇനിയിപ്പോൾ കൂടെ നടക്കാനേ പറയുന്നത്. അപ്പോൾ ഒരുമിച്ചുള്ള ഒരു യാത്ര എന്നുള്ളൊരു കാര്യമാണ്. നല്ല ഒരു കൺസെപ്റ്റാണ്, കൺസെപ്റ്റ് നല്ലതാണ്. പക്ഷേ ഇങ്ങനെ വിശ്വാസികൾ ഇങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ഒരു സഭ ഉള്ളതാണ്. സഭയെന്ന് പറയുമ്പോൾ അത് പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മാമോദിസ സ്വീകരിച്ച എല്ലാവരും ദൈവജനമാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടുള്ളതാണ്. മാമോദിസ സ്വീകരിച്ച എല്ലാവരുടെയും കൂടി സമൂഹമാണ് സഭ എന്ന് പറയുന്ന ഒരു. കേൾക്കാൻ വളരെ ഇമ്പമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, പക്ഷേ ഇനി ഒന്ന് പ്രായോഗത്തിൽ വരുത്തണമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഞാനിത് പറയുമ്പോൾ ഈ പറയുന്ന ഒരു കാര്യം, ഈ ഒരു കാര്യം, അതായത് സഭ എന്ന് പറയുന്നത് ദൈവജനം, മാമോദിസ സ്വീകരിച്ച എല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് സഭ. അപ്പോൾ എല്ലാവരും ഈ സഭയുടെ വളർച്ചയ്ക്ക് അവരുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോഴാണ് ഈ പറയുന്ന അൽമായർ, അതുപോലെ തന്നെ വൈദികർ, അൽമായർ എന്ന് പറയുന്ന ഒരു രണ്ട് തരത്തിലുള്ള രണ്ട് വിഭാഗമായിട്ട് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദിമസഭയിൽ ഇങ്ങനെയൊരു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വ്യവച്ഛേദം ആദിമസഭയിൽ ഹൈറാർക്കി ഉണ്ടായിരുന്നു, പക്ഷേ ഈ ക്ലറിക്കലിസം ഇല്ലായിരുന്നു. അതായത് വ്യത്യാസം എന്ന് പറയുന്നത് ഹൈറാർക്കി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരിക്കലും ഹൈറാർക്കിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് പറയുകയുണ്ടായി. അതായത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാരുണ്ട്, അവരുടെ പിന്തുടർച്ചക്കാർ അപ്പസ്തോലന്മാർ, പിന്നെ ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്ന പ്രസ്ബിത്തരോയി എന്ന് പറയുന്ന എപ്പിസ്കോപ്പോയി, ബിഷപ്സ്, പിന്നെ ശ്രേഷ്ഠന്മാർ, ഡീക്കന്മാർ. അപ്പോൾ ഇങ്ങനെയൊരു ഹൈറാർക്കിക്കൽ സംവിധാനം ഉണ്ടായിരുന്നു. അത് ദൈവത്താൽ, ദൈവിക പരിപാലനയാൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് ഇതിൽപ്പെടാത്ത ആളുകൾ എല്ലാവരും കൂടി ഉൾപ്പെട്ടു, ഇവരെല്ലാവരും കൂടി ഉൾപ്പെട്ട ഒരു സമൂഹം. വേർതിരിവുണ്ടായി. വേർതിരിവെന്ന് പറയുമ്പോഴത്തേക്കും അത് ശുശ്രൂഷയുടെ തലത്തിലാണ്, അധികാരത്തിൻ്റെ തലത്തിലല്ല, സ്ഥാനത്തിൻ്റെ തലത്തിലോ അധികാരത്തിൻ്റെ തലത്തിലോ അല്ല. അപ്പോൾ നമ്മൾ സ്ഥാനത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഈ സ്ഥാനം എന്ന് പറയുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാനമാണ്, ശുശ്രൂഷാ സ്ഥാനമാണ്. ഏതെങ്കിലും ഈ പദവികൾ എന്ന് പറയുമ്പോൾ അപ്പസ്തോലൻ എന്ന് പറയുന്ന പദവി, ശ്രേഷ്ഠൻ എന്ന് പറയുന്ന പദവി, അതുപോലെ തന്നെ ഡീക്കൻ എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദവിയാണ്. ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദവിയാണ്. അവിടെ അധികാരമല്ല ഒരു കാര്യത്തെക്കുറിച്ച്. മാത്രവുമല്ല, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ എല്ലാവരും കൂടി വിശ്വാസികളുടെ സമൂഹം എല്ലാവരും കൂടെ സഭയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്.
സഭയുടെ വളർച്ചയ്ക്ക്, അതായത് ക്രിസ്തു ശിരസ്സായിട്ടുള്ള ശരീരമാണ് സഭ. ഈ ഒരു കാഴ്ചപ്പാട് മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അതായത് ക്രിസ്തു ശിരസ് ആയിട്ടുള്ളതാണ്. അപ്പം ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് സഭ. അപ്പോൾ അതിലെ എല്ലാ അംഗങ്ങളും ഈ ശരീരത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ, അപ്പോൾ ആരും ആരുടെയും മേലൊരു മേൽക്കോയ്മ ഭാവിച്ചിരുന്നുള്ളതാണ്. എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം സാറൊന്ന് വായിക്കുകയാണെങ്കിൽ 12-ാം അധ്യായം 27-28 സഭയെക്കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. 1 കൊരിന്ത്യർ 12:27-28. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും പ്രബോധകരോ, എല്ലാവരും അത്ഭുത പ്രവർത്തകരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരങ്ങളുണ്ടോ, എല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ? അപ്പോൾ ഓരോരുത്തർക്കും, സഭയിൽ ഓരോരുത്തർക്കും കർത്താവ് പ്രത്യേകമായിട്ടുള്ള ദാനങ്ങളും അതനുസരിച്ചുള്ള ദൗത്യങ്ങളും നൽകുകയാണ് സഭയിൽ. അപ്പോൾ ഇവരെല്ലാം ചേർന്നതാണ് സഭ. അപ്പോൾ സഭയുടെ വളർച്ചയ്ക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ, ദാനങ്ങൾ, ദൈവം കൊടുത്തിരിക്കുന്ന ഈ ദാനങ്ങൾ, ആ ദാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ഇതാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ തന്നെ, ഇതേ അധ്യായത്തിൽ തന്നെ 4ഉം 5ഉം വാക്യങ്ങൾ പറയുന്നത് ദാനങ്ങളിൽ വൈവിധ്യമുണ്ട്. 12-ാം അധ്യായം ഒന്ന് വായിക്കാം. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. ഇനി 12:7 പറയുന്ന ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ജ്ഞാനസ്നാനമേറ്റ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് 1 പത്രോസ് 2-ാമത്തെ അധ്യായം 9-10 നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവർ ജ്ഞാനസ്നാനമേറ്റ ആളുകളെല്ലാവരും എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. മുമ്പ് നിങ്ങളൊരു ജനമായിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ജനമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ ജനം. അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇത് ഈ 2-ാം വത്തിക്കാൻ സൂനകോദോസ് വന്നു കഴിഞ്ഞപ്പോഴുള്ള സംഭവിച്ചൊരു കാര്യമൊന്നും അല്ലത്, അതിൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തവും അല്ല. ഇത് ദൈവജനമായിട്ട് എല്ലാവരും സഭയുടെ ഓരോ അവയവവും, ശരീരത്തിലെ ഓരോ അവയവവും പ്രവർത്തിച്ചാൽ മാത്രമേ ശരീരം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാനായിട്ട് ശരീരത്തിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ സഭയുടെ പ്രവർത്തനത്തിന്, സഭയുടെ വളർച്ചയ്ക്ക് എല്ലാ സഭാംഗങ്ങളും മാമോദീസ സ്വീകരിച്ച എല്ലാവരും സജീവമായിട്ട് പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദിമസഭയിൽ നമ്മൾ വേറെ അപ്പസ്തോല പ്രവർത്തനം നമ്മൾ നോക്കുമ്പോൾ ആദിമസഭയിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും സാധാരണ വിശ്വാസികൾ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉദാഹരണമായിട്ട് മെത്രാന്മാരുടെയും പുരോഹിതന്മാരുടെയും തെരഞ്ഞെടുപ്പിൽ നമ്മൾ മെത്രാന്മാരെ എങ്ങനെ തിരഞ്ഞെടുത്തിരുന്നു, പുരോഹിതരെയൊക്കെ എങ്ങനെ നിയമിച്ചിരുന്നു എന്നൊക്കെയുള്ള ആ ചർച്ചയുടെ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദൈവജനം അതിൽ ഇടപെടുന്നു. ദൈവജനം അതാണ്, ദൈവജനത്തിനൊരു സേ ഉണ്ടായിരുന്നു. ദൈവജനം കൂടിയാണ് തിരഞ്ഞെടുത്തിരുന്നെന്ന് പറയുന്നത്. ഇപ്പോഴും ചില സഭാ സമൂഹങ്ങളിൽ ഈ ദൈവജനത്തിൻ്റെ അൽമായരുടെ അഭിപ്രായം കൂടെ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം മെത്രാന്മാരുടെ നിയമനത്തിൽ പോലും അൽമാരുടെ അഭിപ്രായം, അവരുടെ വോട്ടെടുപ്പ് കൂടി ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. കത്തോലിക്ക സഭയിലില്ല. ഇല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ തീരുമാനങ്ങളിൽ
സഭയുടെ തീരുമാനങ്ങൾ സാർ പറഞ്ഞല്ലോ, ഞങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ അതനുസരിക്കുക, അല്ല സഭയുടെ തീരുമാനങ്ങൾ. ഉദാഹരണമായിട്ട് അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായത്തിൽ ഡീക്കന്മാരുടെ നിയമനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായത്തിൽ ഡീക്കന്മാരെ നിയമിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു വിഭാഗത്തെ നിയമിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അതായത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവഗണിക്കപ്പെടുമെന്ന് ഗ്രീക്കുകാർക്ക് മനസ്സിലായി. അപ്പോൾ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാണ്. 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ സാറ്? അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇവരുടെ അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അപ്പസ്തോലന്മാരുടെ ദൗത്യം എന്താണ്? ദൈവവചന ശുശ്രൂഷയിൽ വ്യാപരിക്കുക എന്നുള്ളത്. ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയെ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. എന്നിട്ട് അടുത്ത, അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതായത് സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഡീക്കന്മാരുടെ നിയമനത്തിലാണ് പറയുന്നത്. സഭാസമൂഹം ആണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ടാണ് അവർ കണ്ടുപിടിക്കുകയും അവർ അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ തീരുമാനം, ഇങ്ങനൊരു പ്രശ്നമുണ്ടായി. ഈ പ്രശ്നത്തിനുള്ളൊരു പരിഹാരം അപ്പസ്തോലന്മാരുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായി. ആ നിർദ്ദേശം ഇവർ അംഗീകരിക്കുകയും അവർ തന്നെ ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പസ്തോലന്മാർ അവരുടെ മേൽ കൈകൾ വയ്ക്കുന്നു. 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജെറൂസലേം കൗൺസിലിൻ്റെ ഒരു വലിയ തീരുമാനമാണ് ജെറൂസലേം കൗൺസിലിൽ എടുക്കുന്നത്. അപ്പസ്തോലന്മാരാണ് കൗൺസിൽ വിളിച്ചു കൂട്ടുന്നത്. കൗൺസിൽ വിശ്വാസികളുടെ സമൂഹം കൂടി ഒരു കാര്യം ചർച്ച ചെയ്യുകയാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ ജെൻഡൈൽസിനെ, വിജാതീയരെ വിശ്വാസത്തിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് അവർ പരിച്ഛേദനത്തിന് വിധേയരാകണമോ വേണ്ടയോ, വലിയ തർക്കത്തിന് കാരണമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ചിലർ പറയുന്നു പരിച്ഛേദനത്തിന് വിധേയരാകാതെ തന്നെ ഇവരെ സ്വീകരിക്കാം. പരിച്ഛേദനവാദികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ പറയുന്നു പരിച്ഛേദനത്തിന് അവർ വിധേയരാകണം. പക്ഷേ ഇതേക്കുറിച്ച് തീരുമാനമെടുക്കാനായിട്ട് വിളിച്ചു കൂട്ടിയ അപ്പസ്തോലന്മാർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അവർ വിളിച്ചു കൂട്ടിയതിൻ്റെ അകത്ത് സാധാരണ വിശ്വാസികളുടെ സമൂഹം അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് 22-ാമത്തെ വാക്യത്തിൽ അതിൽ കാണുന്ന തങ്ങളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് ബർണബാസിനോടും പൗലോസിനോടും ഒപ്പം അന്ത്യോക്യയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പസ്തോലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സഭയ്ക്ക് മുഴുവനും തോന്നി. വാസ്തവത്തിൽ അതിൻ്റെ ഗ്രീക്ക് അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷ് തർജ്ജമ കൃത്യമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇവർ സഭയോട് അവരുടെ കൺസെൻറ്റ് ചോദിക്കുകയാണ്. അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും ഇങ്ങനെ 2 പേരെ ഇവരുടെ കൂട്ടത്തിൽ ഈ വിവരം ഈ ജെറൂസലേം കൗൺസിലിൻ്റെ തീരുമാനം അറിയിക്കാനായിട്ട് അന്ത്യോക്യയിലേക്ക് വിടാനായിട്ട് 2 പേരെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 2 പേര് ആരായിരിക്കണം? അങ്ങനെ 2 പേരെ അയക്കുന്നതിനുള്ള കൺസെൻറ്റ് ചോദിച്ചു എന്നുള്ളതാണ്. കൺസെൻറ്റാണ്. അപ്പോൾ അനുവാദമാണ് ചോദിച്ചിരിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, ആദിമസഭയിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഈ അൽമായർ ഇടപെട്ടിരുന്നു. അവർക്കൊരു സേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധ പൗലോസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സഹായിച്ചിരുന്ന ഒരുപാട് അൽമായരുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ കാര്യം അടുത്ത എപ്പിസോഡിലേക്ക് പോരുന്നതായിരിക്കും. നമ്മുടെ സമയമാകുന്നുണ്ട്. എനിക്ക് അടുത്ത ആ കാര്യങ്ങൾ തുടർന്ന് ചിന്തിക്കാമായിരിക്കും. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഹൈറാർക്കിയിൽ അൽമായരെക്കുറിച്ചും അൽമായരുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുകയായിരുന്നു എപ്പിസോഡിൽ. അവിടെ
നമ്മൾ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നുപോയി. അവിടെ അപ്പസ്തോലന്മാരോടൊപ്പം, അവിടെ മറ്റ് ശുശ്രൂഷകരോടൊപ്പം ആ കാലഘട്ടത്തിൽ അൽമായർക്കും ഒരു ശബ്ദമുണ്ടായിരുന്നു, അവരെ അംഗീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിച്ച മറ്റൊരു കാര്യം, അതായത് സഭയിൽ ഇടയ്ക്ക് ഒരു പൗരോഹിത്യ മേധാവിത്വം കടന്നു വന്നോ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഇക്കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യരച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.